അങ്ങനെ നമ്മൾ വീണ്ടും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയിലെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ശ്യാം, ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലായി? 9:30-ക്കാണ് ഈ ഘോഷയാത്ര പതാക ഉയർത്തുന്ന ചടങ്ങ് നടക്കുക. അപ്പോൾ നിലവിലുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലെത്തിയോ? ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അത്തച്ചമയ ഘോഷയാത്ര കളറാക്കുന്ന ഒരിടത്താണ്. കാരണം ഈ ഘോഷയാത്ര ഏറ്റവും കൂടുതൽ കളറാക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കാണാം വിവിധങ്ങളായിട്ടുള്ള പുലിക്കളികളൊക്കെ നമുക്കിവിടെ കാണാം. പുലിക്കളിക്കായിട്ടുള്ള പുലികൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അണിയറയിൽ ഇങ്ങനെ പുലികളെ ഒരുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവിധങ്ങളായിട്ടുള്ള ചായങ്ങൾ വെച്ചുകൊണ്ട് ഈ പുലികൾ ഓരോന്നായിട്ടിങ്ങനെ ഒരുങ്ങി വന്ന ഒരു മൊത്തം കളറായി കഴിയുമ്പോഴായിരിക്കും ആ പുലിയുടെയൊക്കെ ഒരു മൊത്തത്തിലൊരു രൂപഭാവമൊക്കെ നമുക്കറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ എവിടെ നിന്നാണ് പറഞ്ഞത്? തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു അത്തച്ചമയത്തിന് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുമെന്ന് ആദ്യം കരുതിയിരുന്നു? ഇല്ല. നാളെ ഒത്തിരി നാളുണ്ട് ഇവിടെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഇപ്രാവശ്യം തൃശ്ശൂരും പുലിക്കളി ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്രാവശ്യം എന്തൊക്കെയാണ് വ്യത്യസ്തതകൾ? എവിടെ? തൃശ്ശൂരോ? അല്ല, നമ്മുടെ ഈ ഇതിനകത്ത് തെയ്യം, കോലം. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന, ബാക്കി മറ്റവരെ അറിയത്തുള്ളൂ. ഈ ഒരു പുലിക്കളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ മുമ്പ് ഇങ്ങനെ ഒരുങ്ങാനായിട്ട് നിൽക്കും? ഞങ്ങള് രാത്രി 1:30 ആയപ്പം വരയ്ക്കാൻ തുടങ്ങി. ഇതിപ്പോൾ മൊത്തത്തിലൊരു പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കും? 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ ഒരു വേഷം വരയ്ക്കാനായിട്ട്. കാരണം വെച്ചാൽ നമ്മളൊരു ആദ്യം ഒരു ഔട്ട്ലൈൻ ഇട്ട് പിന്നെ അത് ഒന്ന് ഉണങ്ങിയിട്ട് വേണം പിന്നത്തെ ഫിനിഷിങ് വർക്കുകൾ ചെയ്യാനായിട്ട്. അങ്ങനെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്കിലൊക്കെ കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു പുലി സജ്ജമായിട്ടുണ്ട്. ഇവിടെ ഒരു പുലി നമുക്ക് വേണ്ടിയിട്ട് സജ്ജമായിട്ട് പുലി അങ്ങനെ ഇതായി നിൽക്കുകയാണ്. ചേട്ടാ, എവിടെ നിന്നായിരുന്നു? തൃശ്ശൂരാണ്. ഇപ്രാവശ്യം പുലിക്കളി എങ്ങനെ വലിയ ഗെയിമായിട്ടാണോ? ഗെയിമായിട്ടുണ്ട്. ടീമുകൾ എണ്ണം കൂടുതലുണ്ട്. വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി വേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ ഒരു വർഷം മുന്നേ തന്നെ പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതാണ്. കണ്ണമനം പൈസ ഓരോ ടീമിനും നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പുലിക്കളി വേണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. എന്തായാലും വയനാടിൻ്റെ ദുഃഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പുലിക്കളി ഇത്തവണ നടത്തുന്നുണ്ട്. അത്തച്ചമയം അതുപോലെ തന്നെയായിരുന്നു. ഒരു ഇതിൽ നിന്നായിരുന്നു, ആശങ്കയിലാണ് നിന്നായിരുന്നത്. അതും ഇത്തവണ അതിൻ്റേതായിട്ടുള്ള തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണയുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് പുതിയ കളറുകൾ, അങ്ങനെ പുതിയ ഡിസൈൻ ഒക്കെ പുലികളിൽ വരുന്നുണ്ട്. ഈ പുലികളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ. അതായത് ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ തന്നെ അടിച്ചു കയറിയ പിങ്ക് പുലി എന്നൊക്കെ പറഞ്ഞിട്ട്, പിങ്ക് ടൈഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇത് വരുന്നത്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതൊരു കലയാണ്. ഈ കലയിൽ ഇപ്പോൾ ഞാൻ 28 വർഷമായി തൃശ്ശൂർ പുലിക്കളിക്ക് വേഷം. ഇവിടെ ഇപ്പോൾ 4 വർഷമായി അടുപ്പിച്ച് വരുന്നു. അങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഒരു തുടക്കം, അതായത് പുലിക്കളിയുടെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് തുടങ്ങുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ്, അത്തത്തിൻ്റെ അന്നാണ് തുടങ്ങുന്നത്. ഇനി 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തരും വീടുകളിലെത്തുള്ളൂ. കാരണം ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓണാഘോഷങ്ങൾക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. നാളെ മുതൽ പല സ്ഥലത്തായിട്ടാണ്. നാളെ കോട്ടയത്തുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പുലിനെ കെട്ടി പുലികളെ കെട്ടി ഇതിനോടിക്കും. ഇപ്പോൾ ഈ ഒരു പുലി നമ്മളിപ്പോൾ ഒരുങ്ങാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? ഞങ്ങളിപ്പോൾ 12:30 ഇവിടെ എത്തി. 2 മണിക്ക് തുടങ്ങിയതാണ് വരകിടക്കില്ല. ആദ്യം വരച്ച എൻ്റെ മേലാണ്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഇനി ഇതുമേ രണ്ടാമത് വരയ്ക്കാനുണ്ട്, ഫിനിഷ് ചെയ്യാനുണ്ട്. 3 മണിക്കൂർ ഒരു കോട്ടടിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഉണങ്ങിയിട്ട് വേണം പിന്നത്തെ വരകൾ തുടങ്ങാനായിട്ട്. ഇതിലൊക്കെ വിഷമം ഇത് കഴുകി കളയലാണ്. അതൊരു 1.5 മണിക്കൂർ ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഇട്ട് ഉരച്ചിട്ടാണ് ഇത് കളയണത്. അതൊരു വിഷമം പിടിച്ച പണിയാണ്. എന്നാലും ഈ കലേനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് വിഷമമായിട്ട് തോന്നുന്നില്ല. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ നിങ്ങളുടെ കുടുംബപരമായിട്ട് ഇങ്ങനെ അനുവർത്തിച്ച് പോകാനാണ്? ഞാനിപ്പോൾ 28 വർഷം, ഞാൻ തന്നെ 28 വർഷമായി ഇപ്പോൾ ഇതിൽ തന്നെ. നമ്മുടെ കാരണന്മാരും തൃശ്ശൂരിൻ്റെ തനത് കലയായതുകൊണ്ട്, തൃശ്ശൂരിൻ്റെ സ്വന്തം കല എന്ന് പറയാനായിട്ട് പുലിക്കളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് നിലനിർത്തി പോരുന്നു. ഈ പുലിക്കളിക്ക് വേണ്ടത് പ്രധാനമായിട്ടും വയറാണ്. അപ്പോൾ ഈ വയറ് ഇങ്ങനെ നിലനിർത്താൻ വലിയ പാടല്ലേ? വയറ് നിലനിർത്താൻ നമ്മളിപ്പോൾ വേറെ സാധാരണ ഭക്ഷണം തന്നെ കഴിക്കണു. ഞാനിപ്പോൾ വേറെ ജോലിക്ക് പോകണ്ട. ഇതിലെല്ലാവരും മറ്റുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. അവരുടേതായ പരിമിതിക്ക് അനുസരിച്ചുള്ള ജോലികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ഒരു സീസൺ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പുലിക്കളിയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നത്.
അപ്പോൾ ഓണ സീസണ് ഇപ്പോൾ മറ്റുള്ള ഉത്സവങ്ങൾക്ക് പൂരങ്ങൾക്കൊക്കെ പുലിക്കളി എല്ലാ സ്ഥലത്തും പൂരത്തിൻ്റെ അവസരത്തിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ നേരം കിട്ടില്ല. അതേപോലെ തിരക്കായി തുടങ്ങിയപ്പോൾ കുറച്ച് നാളായിട്ട് 3-4 വർഷമായിട്ട് എല്ലാ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പുലിക്കളി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പരമാവധി നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഡൽഹിയും പഞ്ചാബ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും എത്തിയിട്ടുണ്ട് പുലിക്കളിക്ക് വേണ്ടി. എന്തായാലും അങ്ങനെ ഇന്ത്യ മൊത്തം ഒട്ടുക്ക സഞ്ചരിച്ചൊരു പുലിയാണിത്. എന്താ പേര് കൂടി എന്ന് പറഞ്ഞു? പേര് രഘുനാഥ്. രഘുനാഥ് ചേട്ടൻ ഇന്ത്യ മൊത്തം ഒട്ടുക്ക് സഞ്ചരിച്ചൊരു പുലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധിയായിട്ടുള്ള പുലികൾ തൊട്ടപ്പുറത്തൊക്കെ വിവിധങ്ങളായിട്ടുള്ള പുലികൾ ഒരുങ്ങുന്നുണ്ട്. ഈ പുലിക്കളിയാണ് പ്രധാനമായിട്ടും ഈ ഓണത്തിൻ്റെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുലിക്കളിയിൽ നിന്ന് തുടങ്ങി പിന്നീട് നിരവധിയായിട്ടുള്ള മറ്റനവധി കലാരൂപങ്ങളുണ്ട്. തൊട്ടപ്പുറത്തൊക്കെ നമുക്ക് നിരവധിയായിട്ടുള്ള പുലികൾ അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോ പെയിൻറ്റും ചെയ്ത് അത് ഉണങ്ങിയ ശേഷമാണ് അടുത്ത പെയിൻറ്റിലേക്ക് കിടക്കുക. അങ്ങനെ ഇവർ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരുക്കത്തിന്. അതിനുശേഷമാണ് ഇവർ ഈ പറയുന്ന റോട്ടിലേക്ക് ഇറങ്ങുക. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള പുലികൾ ഒരുമിച്ചിറങ്ങുമ്പോൾ അത് ഭയങ്കര ഒരു കാഴ്ചയ്ക്കും മറ്റുമൊക്കെ ഒരുപാട് ഭംഗിയുണ്ട്. ഇപ്പോൾ നമുക്കതേ ഒരു വെള്ളപ്പുലിയുണ്ട്. ചേട്ടാ എന്താ പേര്? ബെന്നി. എത്ര വർഷമായിട്ട് ഈ ഒരു പുലിക്കളി കിട്ടുന്നു? പുലിക്കളിക്ക് പോയി തുടങ്ങിയിട്ട് 10-30 കൊല്ലം കഴിഞ്ഞു. പല സ്ഥലങ്ങളിലായിട്ട് വേഷം ഇടാറുണ്ട്. എല്ലാ കലകളുടെ കൂടെ സഹകരിച്ച് പോകുന്നു. നാലോണം നാളിൽ ഞങ്ങളുടെ തൃശ്ശൂർ നാട്ടിൽ വലിയൊരു ആഘോഷമാണ് പുലിക്കളി എന്ന് പറയുന്നത്. വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർ നാട്ടിൽ ഇതിനെ ആദരിക്കുന്നത്. പിന്നെ പല ഭാഗങ്ങളിലേക്കായി ദുബായ് വരെ പോയി എത്തിപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ പുലിക്കളി. പല സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ ഈ പരിപാടി ഭയങ്കര വിജയമായി ആഘോഷിച്ചുകൊണ്ട് ഈ പുലിക്കളി പ്രധാനമായിട്ടും ഉള്ളത് തന്നെ തൃശ്ശൂരാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ഉത്ഭവം തൃശ്ശൂർ. അപ്പോൾ ഈ തൃശ്ശൂരുള്ള പുലികൾ പരസ്പരം നിങ്ങളിങ്ങനെ പല ഇടങ്ങളിൽ പോകുന്നു. അപ്പോൾ ഇതൊരു മത്സര സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ വ്യത്യസ്തമായ പുലികളെ കെട്ടേണ്ടി വരില്ലേ? അതൊക്കെ എങ്ങനെയാണ്? പല നമ്മുടെ തൃശ്ശൂർ തന്നെ പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ തൊട്ട് കിടക്കുന്ന ദേശങ്ങൾ, എല്ലാ ദേശങ്ങളിലും പുലിക്കളി ഇറങ്ങും. അങ്ങനെ അവിടെ കളിയും കൊട്ടും ഒക്കെയാണ് അവിടുത്തെ സമ്മാനത്തിൻ്റെ ഒരു ഇത്. അത് കൊല്ലം തോറും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നടന്നു.